Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, all. ഇന്ന് പ്രയർ ആരാണ്? ഞാൻ പാടാം. ഓക്കെ, പ്രയർ പറഞ്ഞോളാം. Bless us, Lord, throughout the day, while at school, at home, at play. Help us to love and not to hate. Bless us all, oh Lord, we pray. Thank you. സൈൻ ഇൻ ആരാണ്? സൈൻ ഇൻ ആരാണ്? Ma'am, ഷംസ്. being good karma, we don't know whether the result will come today or tomorrow or even this world. What happening to other through good deeds is one of the best result. Signing in, Sahaduna. ഓക്കെ, തോട്ട്സ് ഞാൻ പറയുന്നുണ്ടോ? ഓക്കെ, തോട്ട്സ് ഒന്നും ഇല്ല അല്ലെ? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മള് characteristics of normalized child ആണ് പറഞ്ഞത്. പറഞ്ഞു നിർത്തിയത് എനിക്ക് തോന്നുന്നു. ഏതായിരുന്നു പറഞ്ഞു നിർത്തിയത്? നിങ്ങൾക്ക് ഓർമ്മയില്? Love of silence. അത് കഴിഞ്ഞിട്ട് എടുത്തില്ലേ? സബ്മിഷൻ ഓഫ് ദ പൊസസീവ് ഇൻസ്റ്റന്റ്. ചില കുട്ടികൾക്ക് ആദ്യം കൈവശം വെക്കാനായിരിക്കും താല്പര്യം. അത് കഴിഞ്ഞാണ് അവർ മനസ്സിലാക്കുന്നത് ഇതെല്ലാം ഇവിടുത്തെ നമ്മുടെ പ്രോപ്പർട്ടീസ് ആണ്, ഇവിടെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എടുത്തത്. ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന അത്രയും എടുത്തു എന്നാണ് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ഞാനൊരു ആക്ടിവിറ്റി തന്നു കഴിഞ്ഞാല് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ? Yes, ma'am. ഓക്കെ, ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ആക്ടിവിറ്റി ബട്ടണിങ് ഫ്രെയിം ആണ്. ജിഷി ടീച്ചർ അങ്ങനെ തന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ടോപ്പിക്ക് കേട്ടിട്ട് പോലും ഇല്ല. ഓക്കെ, നമ്മള് ബട്ടണിങ് ഫ്രെയിംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണ്ടിസോറിയിലുള്ളൊരു മെറ്റീരിയൽ ആണ് ബട്ടണിങ് ഫ്രെയിം. അപ്പൊ നിങ്ങൾ ഈ ഇമേജിൽ കാണുന്നത് എന്താണ്? ഒരു ബട്ടണിങ് ഫ്രെയിമിന്റെ ഒരു മോഡലാണ്. ബട്ടൺസ് ഒക്കെ കുട്ടികൾ എങ്ങനെയാണ് ബട്ടൺസ് ഇടുന്നത് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് അറിഞ്ഞൂടാ, കുഞ്ഞു കുട്ടികളല്ലേ, അവർക്ക് ബട്ടൺസ് ഒക്കെ ഓർഡറിൽ ഇടാൻ അറിഞ്ഞൂടാ. നമ്മൾ കണ്ടിട്ടുണ്ട് ചെറിയ കുട്ടികൾ ഷർട്ടിന്റെ ഒക്കെ ബട്ടൺസ് കയറിയും ഇറങ്ങിയൊക്കെ ഇടുന്നത്. അപ്പൊ അത് ഓർഡറിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ബട്ടണിങ് ഫ്രെയിം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ലേസ്. മാം, ജിഷ മാം ഫസ്റ്റ് ക്ലാസ് സമയത്തെ സിബിന്റെ ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? സിബിന്റെ ചെയ്തോ എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും? അല്ല, സ്റ്റിച്ച് ചെയ്യാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. ചെയ്യാൻ പറഞ്ഞിട്ടില്ല. സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് പ്രാക്ടീസ് ഇന്റേൺഷിപ്പിനൊക്കെ പോകുമ്പോൾ ഇത് കൂടുതലായിട്ട് നമുക്ക് ഉപകാരപ്പെടും. കുട്ടികൾക്കൊക്കെ ഇത് നമുക്ക് കൊടുക്കാനും നമ്മുടെ ഇത് ചെയ്യിപ്പിക്കാനൊക്കെ നമുക്ക് പറ്റും. അപ്പോ ഇത് ബട്ടണിങ് ഫ്രെയിംസ് ആണ്. അതിൽ 3-4 കാറ്റഗറീസ് ഉണ്ട്. സിബിന്റെ കാറ്റഗറി ഉണ്ട്. അതേപോലെ ലേസ് കെട്ടൂലേ, നമ്മൾ ഷൂവിന്റെ ലേസ് കെട്ടുന്നത്. എടാ, ഞാൻ എന്റെ ഫോണിലുള്ള ഇമേജ് പറ്റാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ക്ലിയർ അല്ല അല്ലെ? ഫോണിന്റെ പകുതി ഭാഗം കാണുള്ളൂ, ഫുള്ള് കാണില്ല. ഇപ്പോഴും കാണാൻ പറ്റില്ല. എനിക്ക് ക്ലിയർ അല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നോക്കട്ടെ കേട്ടാ. വേറെ ടൈപ്പ് വെച്ചാല് ഷൂവിന്റെ ഒക്കെ ലേസ് ഒക്കെ ഉണ്ടാവില്ലേ? ഇതിന്റെ ഫ്രെയിം വാങ്ങിക്കാൻ കിട്ടുമോ? എടാ, ഫ്രെയിമേ ഞാൻ ഇതേ ആക്ടിവിറ്റി ഇതിക്ക് മുമ്പ് ഒരു ബാച്ചിന് കൊടുത്തപ്പോ അവിടുത്തെ കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാല് ആള് ഒരു കുട്ടി ചെയ്തത് വേസ്റ്റ് ബോർഡ് ഇല്ലേ, വേസ്റ്റ് ബോർഡ് നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് അതുമ്പോ വെച്ചിട്ട് മരത്തിന്റെ ആകുമ്പോൾ കുറച്ച് പൈസ കൂടുതലല്ലേ,
അതിന് പകരം വേസ്റ്റ് ബോർഡ് വെച്ചിട്ടാണ് അത് ചെയ്തത്, ഒരു കുട്ടി ചെയ്തത്. മറ്റൊരു കുട്ടി ചെയ്തത് ഫ്രെയിം ഉണ്ടല്ലോ, ഫോട്ടോ ഫ്രെയിം ഉണ്ടല്ലോ, ഫോട്ടോ ഫ്രെയിം കിട്ടും. അപ്പൊ ആ ഫ്രെയിം എടുത്തിട്ട് അതില് ഈ ബട്ടണിങ് ഫ്രെയിം എന്ത് ചെയ്തു, കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ എനിക്ക് മറ്റേ ഫ്രെയിം എടുത്ത് വെച്ച കുട്ടിയുടെ കുറച്ചും കൂടി നല്ല പെർഫെക്ഷൻ തോന്നി. കാരണം അത് നമുക്ക് കൊണ്ടുപോകാനും സ്കൂളിലേക്കൊക്കെ ക്യാരി ചെയ്ത് പോകാനും പിന്നത്തെ യൂസുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ക്ലാസ്സിലാണ് പിങ്കി എന്ന് പറയുന്ന കുട്ടികളത്? അല്ല. ഓക്കെ. അപ്പൊ ആ കുട്ടിയെ ചെയ്തത്. അപ്പം ഇത് ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചെന്ന് തോന്നുന്നു നിങ്ങളുടെ അടുത്ത് ആരുടെ അടുത്തോ തയ്ക്കണ ആരെങ്കിലും ഉണ്ടോന്നാ. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യണമെന്ന്, ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ഏതൊരു ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരത് പ്രസന്റ് ചെയ്തു. ഇനിയിപ്പോ നിങ്ങൾക്കാണ് ഇത് ബട്ടണിങ് ഫ്രെയിംസ് വേണം. ഈ ബട്ടൺ നിങ്ങൾ കാണുന്നില്ലേ, ഈ ബട്ടൺ ഇടുന്നത് എങ്ങനെയാണ്? അപ്പൊ ഇതേപോലത്തെ ബട്ടൺസ് ഇടുന്നുണ്ട്. ഇപ്പൊ വേറെ ടൈപ്പ് ബട്ടൺസ് ഇട്ടുന്നുണ്ട്. നിങ്ങൾ തയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ചിലപ്പോൾ തയ്ക്കാൻ അറിയുന്ന ഉണ്ടാവും നമ്മുടെ കൂട്ടത്തില്. അപ്പൊ അവരൊക്കെ സ്വയമായിട്ട് എന്ത് ചെയ്യാൻ നോക്കാം, ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, ചെയ്യാൻ പറ്റൂലേ? നമുക്ക് വേണ്ട എല്ലാവരും ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. മോണ്ടിസോറിയിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാത്ത ഒരുപാട് പൈസയുടെ ഒക്കെ പ്രോപ്പർട്ടീസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്കത് ചെയ്ത് കാണിച്ചു തരാനായിട്ട്. പേരെന്താ മിസ് ഈ ആക്ടിവിറ്റിയുടെ പേര്? ബട്ടണിങ് ഫ്രെയിം, പ്രാക്ടിക്കൽ ലൈഫ് ബട്ടണിങ് ഫ്രെയിം. എങ്ങനെയാണ് ബട്ടൺസ് ഇടുന്നതെന്നും അതേപോലെ ലേസിന്റെ വേണം. ഷൂ ലേസ് ഇല്ലേ, ഷൂ ലേസ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് കാണിക്കുന്നത്. പിന്നെ എന്താണ് സിബിന്റെ. ഓക്കെ, ഓക്കെ. മോനെ ഇപ്പൊ ഈ ഒരു ഇമേജ് കാണിക്കുന്ന ഒരു ബട്ടണിങ് ഫ്രെയിമിന്റെ ഇമേജ് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു ഇമേജ് ബട്ടണിങ് ഫ്രെയിമിന്റെ ഒരു ഇമേജ് ആണ്. അപ്പൊ ഈ ഒരു ഇമേജ് രീതിയിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ഒരു ബട്ടൺ ഫ്രെയിം ഉണ്ടാക്കാം. ഇതല്ല, സോറി, മാം ഷൂലേസിന്റെ ഞാൻ ഗൂഗിളില് സെർച്ച് ചെയ്ത സമയത്ത് മറ്റേ നമ്മുടെ കാർഡ്ബോർഡിന്റെ എഗ് ട്രേ ഇല്ലേ, പേപ്പറിന്റെ, അത് വെച്ചിട്ട് അതിന്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഷൂലേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അതേപോലെ ചെയ്യാം. പിന്നെ സിബിന്റെ ആണെങ്കിൽ ഡ്രസ് ഒരു മെറ്റീരിയൽ തന്നെ എന്ത് ചെയ്തിട്ട് ഒരു ഫ്രെയിം പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്താണ് സിബിന്റെ അത് ചെയ്യാൻ നല്ലതായിരിക്കും. 3 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ബട്ടണിങ്ങിന്റെ ഇപ്പൊ ഈ ഇമേജിൽ കാണിക്കുന്നത്, പിന്നെ ഷൂ ലേസ്, നെക്സ്റ്റ് സിബ്. ഓക്കെ അല്ലേ? 3 എണ്ണം ചെയ്യാൻ പറ്റില്ല, എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണം. ഓക്കെ, ചെയ്യണോട്ടെ മക്കളെ. ഈ സിബിന്റെ ഇത് നമ്മൾ തുന്നി പിടിപ്പിച്ചാൽ മതിയോ? മോന് കംഫർട്ടബിൾ ആയിട്ട് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ചെയ്തോ. സിബിന്റെ തുന്നി പിടിപ്പിച്ചാലും മതിയാവുമായിരിക്കും. പക്ഷെ കാണുമ്പോൾ പ്രസന്റ് ചെയ്യുമ്പോൾ നല്ല ഒരു അത്യാവശ്യം ആക്ട് ആയിരിക്കണം. കാരണം മിക്ക സിബുകളും ചിലതൊക്കെ നമ്മൾ തുന്നി പിടിപ്പിക്കാറുണ്ട്. സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാൾ ഈട് നിൽക്കും. അത് നമുക്ക് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും ഈ കുട്ടികളെ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുമ്പോഴേക്ക് അവർക്കത് യൂസ് ചെയ്യാനൊക്കെ പറ്റും. തുന്നി പിടിപ്പിച്ചാണെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ്. ഓക്കെ, നമുക്കിനി നമ്മുടെ പോർഷനിലേക്ക് വരാം. ഈ ആക്ടിവിറ്റി എന്ത് ചെയ്യും? നെക്സ്റ്റ് വീക്ക് ചെയ്യോ? കുറച്ച് ടൈം തരുമോ? ഓക്കെ, അതായത് നമുക്ക് ഇല്ലാത്തതും അതാണ് ടൈമാണ്. ഓക്കെ, ഞാൻ 6th ഫെബ്രുവരി 6th ചെയ്യോ? ഓക്കെ മാം. ട്രൈ ചെയ്യാം മാം. ട്രൈ ചെയ്യാന്നോ? നിങ്ങൾ പെർഫെക്റ്റ് ആക്കാൻ ട്രൈ ചെയ്യാം. നമ്മളെ കൊണ്ട് മാക്സിമം പെർഫെക്റ്റ് ആക്കാൻ പറ്റണം. അത്ര എന്താണ് 3 ചെയ്യണോ? ബട്ടൺസ് ഒക്കെ മേടിച്ചിട്ട് സ്വയം തുന്നി റെഡിയാക്കി വെക്കുകയാണോ വേണ്ടത്? അത് മതി. അല്ലെങ്കിൽ ഇപ്പൊ ചില കുട്ടികളൊക്കെ തയ്യൽ കടയിലൊക്കെ പോയി ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാം. തയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാത്തവരാണെങ്കിൽ തുന്നി ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല ബട്ടൺസ് വാങ്ങിക്കാൻ നിർബന്ധമൊന്നുമില്ല. പഴയ ഷർട്ടോ അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ബട്ടൺസ് കിട്ടൂലേ, യൂസ് ചെയ്യാത്ത ബട്ടൺസ്. അപ്പൊ നമുക്ക് അത്രയും നമുക്ക് വാങ്ങിക്കാൻ പോകേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും പഴയ ഷൂവിന്റെ ലേസ്
പഴയ ഡ്രസ്സിന്റെ സിബും പഴയ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ട് ഭാഗം മാത്രം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം, ബാക്കി ഭാഗം കൂടിയിട്ട്. കേട്ടിട്ടുണ്ട് ഇവിടെ മിക്കവർക്കും. ഞാൻ പറയാനാണ് പഴയ ഷർട്ടിന്റെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുന്നത്. ഓക്കെ, നമുക്ക് ഷൂലേസിന്റെ മാത്രം ഒന്നും മനസ്സിലായിട്ടില്ല. ഷൂലേസ് എന്താ ചെയ്യണ്ടേ മാം? ആ ഫ്രെയിം ഉണ്ടാക്കുന്നില്ലേ, ബട്ടൺസിന്റെ ഫ്രെയിം ഉണ്ടാക്കുന്നത്, അത് നമുക്ക് കാർഡ്ബോർഡിൽ ചെയ്താൽ മതിയോ ഒട്ടിച്ചിട്ട്? കാർഡ്ബോർഡിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ലടാ. തുണി വെച്ചിട്ട് മോനൊന്ന് ഇപ്പൊ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബട്ടണിങ് ഫ്രെയിമിന്റെ വീഡിയോ ഒന്ന് നോക്ക്. അതിൽ തുണി വെച്ചിട്ടാണ്. ഇപ്പൊ ഷർട്ടിന്റെ ആണെങ്കിൽ ആ കഴുത്ത്, പഴയ ഷർട്ട് ആണെങ്കിൽ ആ കഴുത്തിന്റെ ഭാഗം ഉണ്ടല്ലോ, കോളറിന്റെ ഭാഗം കട്ട് ചെയ്തിട്ട് ഒരു കാർഡ്ബോർഡിന്റെ പീസ് ഉള്ളിൽ വെക്കുക, അടിയിൽ വെച്ചിട്ട് അത് നമുക്ക് നല്ല രീതിയിൽ കവർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫ്രെയിം പോലെ ക്രിയേറ്റ് ചെയ്ത് അത് ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ അത് ഉള്ളിലേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബട്ടണിങ് ഫ്രെയിം സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. മിസ് ആക്ടിവിറ്റി ഒന്ന് ക്ലാസ്സിൽ ഇട്ടേക്കോ? ക്ലാസ് റൂമില്. ഓക്കെ, എന്തായാലും മറക്കരുത് കേട്ടോ. മാം എനിക്ക് ആ ഷൂലേസിന്റെ മനസ്സിലായിട്ടില്ല. എന്താ ഷൂലേസ്? വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഷൂ കാണാതെ നമ്മള് ഹോളുകളുള്ള കേട്ടോ. അത് പറ്റുകയാണെങ്കിൽ രണ്ട് സൈഡിലും ഹോൾ വെച്ചിട്ട് രണ്ട് ലൈറ്റ്. അതെ, രണ്ട് സൈഡിലും ഹോൾ വെച്ചിട്ട് എന്നെ ഉണ്ടായിരുന്നു അത് ഫോട്ടോ, അതിന്റെ മാത്രമായിട്ട് നോക്കട്ടെ കേട്ടോ. കേട്ടോ, ഒരു മിനിറ്റ്. കിട്ടില്ല. മാം ഞാൻ ഷൂലേസ് ടൈ ആക്ടിവിറ്റി അടിച്ചു കൊടുത്തപ്പോ കാർഡ്ബോർഡിന്റെ നിങ്ങളൊന്ന് നോക്കി ഈ ഒരു ഇമേജിലേക്ക് നോക്കോ. ജസ്റ്റ് ഒരു മിനിറ്റ് ആണ്. ഞാൻ ഷൂലേസിന്റെ ഫ്രെയിമാണ് ഇത്. കാണുന്നുണ്ട് നിങ്ങള്? ഇവര് മരത്തിന്റെ യൂസ് ചെയ്തിരിക്കുന്ന എന്തോ ഒരു ബോർഡ് പോലത്തെ ഒരു സംഭവം യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങള് കാർഡ്ബോർഡിന്റെ യൂസ് ചെയ്താലും മതി. അതല്ല തുണിയുടെ പറ്റാണെങ്കിൽ അതും മതി. ഷൂലേസിന്റെ ഫ്രെയിം നിങ്ങൾ കണ്ടില്ലേ മാം? ഇതുപോലെ ഒരു സിബ് വെച്ചിട്ട് മുമ്പ് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നേ, അത് പക്ഷേ ഇപ്പൊ കാണാനില്ല. എങ്ങനെയാ വെച്ചാല് ഒരു ക്ലോത്ത് ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ട് ആ രണ്ട് സൈഡും ഉള്ളിലോട്ടേക്ക് മടക്കിയിട്ട് ആ നടുക്ക് അവിടെ സിബ് വെച്ച് കൊടുത്തിട്ട്. ഓക്കേടാ, പറ്റാണെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിന് ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിന്റെ ഈ ഹോസ് ഉണ്ടല്ലോ, നമ്മൾ ഈ കറണ്ടിനൊക്കെ നമ്മൾ ഇതാക്കാൻ വേണ്ട ഹോസ്, ആ ഹോസ് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ നാലാക്കിയിട്ട്? പ്ലാസ്റ്റിക്കിന്റെ ഈ നമ്മൾ പ്ലംബിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഹോസ് ഉണ്ടല്ലോ ചെറുത്, വയറിങ്ങിന്റെ ഒക്കെ സമയത്ത് സംഭവം അത് നാലാക്കി. ഓക്കേടാ, അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്താണോ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാട്ടോ. അതൊന്ന് ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ, ആ ക്ലോത്ത് ഒന്ന് ടൈറ്റ് ആയി ഇരിക്കാൻ പറ്റിയ മെറ്റീരിയൽ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. മെറ്റീരിയൽ എന്തായാലും മതി, ക്ലോത്ത് ടൈറ്റ് ആയിട്ട് ഇരിക്കണം. നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതെന്താവാൻ പാടില്ല, പോരാനായിട്ട് പാടില്ല. അത്രേ ഉള്ളൂ ഉദ്ദേശം. ഫ്രെയിമിന് വേറെ ഉദ്ദേശമൊന്നുമില്ല. ഇതാണ് ഫ്രെയിമാണ് കേട്ടോ. കുട്ടികൾ മോണ്ടിസോറി കുട്ടികൾ ഇങ്ങനെ ഫ്രെയിമൊക്കെ ഇങ്ങനെ വേസ് ഒക്കെ കെട്ടി നോക്കും. അതിന് വേണ്ടിയിട്ടൊരു നല്ലൊരു ഫ്രെയിം. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ചെയ്യാലോ നമുക്ക്. ഞാനിപ്പോ എന്റെ പോർഷനിലേക്ക് വരാണ്. നമുക്കിപ്പോ അധികം ടൈം കിട്ടുന്നില്ല. സോ പോർഷനിലേക്ക് വരാം. ഓരോ പോയിന്റ് ഓരോരുത്തർ വായിക്കുക, എക്സ്പ്ലനേഷൻ ഞാൻ തരാം. ഓക്കെ, സബ്മിഷൻ ഓഫ് ദ പൊസസീവ് ഇൻസ്റ്റന്റ്, അത് വായിച്ചാണോ? ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ അത് മുതൽ വായിച്ചോ കേട്ടോ. മാം ചാപ്റ്റർ ഒന്ന് പറയോ? ഞാൻ സ്കൂളിൽ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ ആദ്യത്തെ മാമിന്റെ ക്ലാസ്സിൽ ഇരിക്കില്ല. ഓക്കേടാ, ഞാനിപ്പോ എടുക്കുന്നത് മൊഡ്യൂൾ 3 പാർട്ട് 3 യൂണിറ്റ് 5 ആണ്. പാർട്ട് 3 യൂണിറ്റ് 5 നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന പോർഷനാണ് എടുക്കുന്നത്. ഓക്കെ, ആരാ വായിക്കുന്നത്? മാം ഞാൻ വായിക്കാം.
വായിച്ചോടാം. Submission of the possessive instinct. The mood of normalized children to their prepared environment and to all the enhancing occupation contained in it is that of intense love, not cupidity. It is true that in the first flush of their enthusiasm, children may wish to take the material home with them, but only for use. The reason why a normalized child has this defect of always wanting to possess things is because he has sublimated his interest in them. ഓക്കെ, നമ്മള് കുട്ടികളെ നോർമലൈസ്ഡ് കുട്ടികളെ നമ്മളുടെ പ്രിപ്പയർഡ് ആയിട്ടുള്ള മോണ്ടിസോറിയുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് ആദ്യം ഒരു ഭയങ്കര ഉത്സാഹമായിരിക്കും. ഇവിടുത്തെ തിങ്സ് ഒക്കെ കാണുമ്പോഴും ഭയങ്കര താല്പര്യം. കാരണം നോർമൽ ആയിട്ടുള്ള ഒരു സ്കൂളിന്റെ അറ്റ്മോസ്ഫിയറിലേക്ക് അല്ല കുട്ടികൾ വന്നിരിക്കുന്നത്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് നോർമലി നമ്മുടെ അറ്റ്മോസ്ഫിയർ ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പൊ ആദ്യത്തെ എന്തുസ്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്സാഹം എന്തായിരിക്കും? കുട്ടികൾക്ക് ഇതെല്ലാം അവന്റെ വീട്ടിൽ കൊണ്ടുപോയാൽ കൊള്ളാം എന്നുള്ളൊരു ചിന്തയാണ് വന്നത്. ഇതെല്ലാം എന്താണ് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കളിക്കാലോ എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരും. അപ്പൊ എന്ത് ചെയ്യും കുട്ടികൾ? കുഞ്ഞു കുട്ടികളാണ്, അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. അവരെന്ത് ചെയ്യാൻ തുടങ്ങും? ഇതൊന്നും ഓരോന്ന് ചിലപ്പോ ഒന്നോ രണ്ടോ ഒക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. നമ്മൾ അറിയാതെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. അത് നോർമലാണ്, കുട്ടികൾ അങ്ങനെയാണ്, നമുക്കത് മനസ്സിലാവും. പക്ഷെ അവനൊരു സ്റ്റേജ് കഴിയുമ്പോൾ അവനത് മനസ്സിലാക്കും. ഈ തിങ്സ് എല്ലാം ഇതിവിടെയാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ റിയൽ പ്ലേസ് എവിടെയാണ്? നമ്മുടെ എൻവയോൺമെന്റിലാണ്. ഇവിടെ മോണ്ടിസോറി എൻവയോൺമെന്റിലാണ്, അല്ലെങ്കിൽ മോണ്ടിസോറി സ്കൂളിലാണ്, ക്ലാസ് റൂമിലാണ് ഇതെല്ലാം വേണ്ടത്. നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. നമ്മൾ ഇവിടെ വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഈ ഐറ്റംസ് ഒക്കെ ഉള്ളത് എന്ന് അവൻ മനസ്സിലാക്കിയെടുക്കും. ഓക്കെ, ആ ഒരു സ്റ്റേജിൽ നിന്ന് അവന് എന്താവും? നോർമലൈസ്ഡ് ചൈൽഡ് നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ട് കുറച്ചും കൂടി ഡീപ്ലി അറ്റാച്ച്ഡ് ആവും. നെക്സ്റ്റ് പോയിന്റ് ആരാ വായിക്കുന്നേ? ആ പോയിന്റ് മനസ്സിലായില്ലേ? സബ്മിഷൻ ഓഫ് പോസിറ്റീവ് സിമ്പിൾ ആണ്. ആദ്യം കുഞ്ഞുകുട്ടികൾക്ക് എങ്ങനെയായിരിക്കും? ആ എൻവയോൺമെന്റിലേക്ക് വരുമ്പോ ഓരോ സാധനത്തിനോടും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. കുട്ടികളെ ഇഷ്ടമാണല്ലോ. അവര് ഈ പറഞ്ഞ കളർഫുൾ ആയിട്ടുള്ളൊരു സാധാരണ നോർമൽ ക്ലാസ് റൂമിൽ നിന്ന് ഭയങ്കര വ്യത്യാസമുള്ള ഒരു ക്ലാസ് റൂമാണ് നമ്മുടെ മോണ്ടിസോറിയുടെ. സോ ഈ തിങ്സ് ഒക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് കൈവശം വെക്കാനും അത് കൊണ്ടുപോകാനും അങ്ങനത്തെ ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പോ അങ്ങനെ സംഭവിക്കുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിതൊക്കെ തിങ്സ് ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികൾക്ക് ഈ ഓരോ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് മെറ്റീരിയൽസ് ഇല്ലാതെയാവും. അത് കുറച്ച് കഴിയുമ്പോൾ ആദ്യത്തെ 2-3 ദിവസം അല്ലെങ്കിൽ ഒരു 1-2 മാസം കഴിയുമ്പോഴേക്കും, ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും കുട്ടിക്ക് മനസ്സിലാവും ഈ തിങ്സ് എല്ലാം ഇവിടത്തേതാണ്, ഇവിടെ വെച്ച് വേണം നമ്മൾ ഇത് ഉപയോഗിക്കാന്ന് അവൻ മനസ്സിലാക്കും, അവൻ തിരിച്ചറിയും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വായിക്കാട്ടാ. Power to act from power to act from real choice and not from curiosity. Children are now forced in their actions by real choice and no longer by mere inquisitiveness. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ റിയൽ ആയിട്ട് അവർ ചോയ്സ് സെലക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം. റിയൽ ആയിട്ടുള്ള ചോയ്സ് വേണം കുട്ടികൾ സെലക്ട് ചെയ്യാൻ. അല്ലാതെ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് കുട്ടികൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചില കുട്ടികൾ എങ്ങനെയാണ്? നോർമലൈസ്ഡ് ചൈൽഡ് ആണെങ്കിൽ അവർ ഇഷ്ടമുള്ള ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്. ആ ആക്ടിവിറ്റി അവൻ എന്താ പറയാ പൂർണ്ണ എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ ഫുൾ എഫേർട്ട് എടുത്ത് ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യും. അതെല്ലാം നോർമലൈസ്ഡ് ചൈൽഡ് അല്ലെങ്കിൽ അതിന് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. ഈ ആക്ടിവിറ്റി ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ അത് പറ്റില്ലെങ്കിൽ അത് വേണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകും. ആ ആക്ടിവിറ്റിയും അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ലെങ്കിൽ അതും ക്വിറ്റ് ചെയ്യും. ഇതാണ് ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നോർമലൈസ്ഡ് കുട്ടികളാണെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരു ചോയ്സ് സെലക്ട് ചെയ്യാനായിട്ട് അവനെ കൊണ്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ്. Obedience. The normalized children are remarkably obedient. True, our children endure the various stages in the development of will.
ഓക്കെ, ഒബീഡിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അനുസരണമാണ്. ഈ നോർമലൈസ്ഡ് കുട്ടികൾക്ക് നല്ല അനുസരണ ശീലം ഉണ്ടാവും. സാധാരണ ഡീവിയേറ്റഡ് കുട്ടികളെക്കാളും നല്ല അനുസരണശീലം ആർക്കുണ്ടാവും? നോർമലൈസ്ഡ് കുട്ടികൾക്ക് ഉണ്ടാവും. അവർ ജോലിയിലൂടെ കുട്ടികൾക്ക് ഇച്ഛാശക്തിന്റെയും വികസിപ്പിച്ചെടുക്കും. അവർ ഓരോ കാര്യങ്ങൾ ചെയ്ത് അത് ഓരോ സ്റ്റേജസ് എന്താ പറയാ, അവർ വർക്ക് ചെയ്തിട്ട് നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് കൊടുത്ത് അത് വർക്ക് ചെയ്ത് കുട്ടി എന്ത് അവിടെ ഡെവലപ്പ് ചെയ്യാണ്? ഇച്ഛാശക്തിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അവൻ ഡെവലപ്മെന്റ് ഓഫ് വില്ലാണ് അവിടെ വരുന്നത്. അവന്റെ ഇച്ഛാശക്തി അവൻ അവിടെ ഡെവലപ്പ് ചെയ്യാണ്. ഓരോ ആക്ടിവിറ്റി ഇങ്ങനെ ചെയ്യണം, അത് ഏത് രീതി ചെയ്താൽ അത് പെർഫെക്റ്റ് ആവും എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്താണ്. ഫസ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അത് സക്സസ് ആവണമെന്നില്ല. വീണ്ടും വീണ്ടും അതേ കാര്യങ്ങൾ ചെയ്ത് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്? പെർഫെക്റ്റ് ആയിട്ട് മാറുന്നത്. അടുത്തത് Independence and initiative. The whole aim of the Montessori method contains, amongst other things, that the child gathers as much independence as is possible for him to acquire at each stage of development. The directress must always follow the limits of her intervention. നോക്കാട്ടാ, ചില കുട്ടികള് വീട്ടില് എന്താണ് ഒരു കാര്യം സ്വയമായിട്ട് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. ചില പാരന്റ്സ് അങ്ങനെയാണ്. എല്ലാ കാര്യവും കുട്ടികളോട് സ്നേഹക്കൂടൽ കൊണ്ടാണ് അല്ലെങ്കിൽ ലാളന കൊണ്ടാണ് എന്ന് പറഞ്ഞ് എല്ലാ കാര്യവും അവൻ വാശി പിടിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു കൊടുക്കും. ഇതൊരു പ്രശ്നമാണ്. കാരണം അവർ മുതിർന്നു കഴിഞ്ഞാലും ഇതേ ഒരു പ്രശ്നം അവൻ ആരെങ്കിലും ചെയ്ത് കൊടുക്കണം. ആരെങ്കിലും ഇത് ചെയ്ത് തന്നാലേ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ആ ശീലം അവന് ഇടുവരും. പക്ഷേ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ്, നമ്മുടെ സാധാരണ എൻവയോൺമെന്റ് അതേപോലെ തന്നെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റും. ഒരു മിനി മിനി വേൾഡിന്റെ ഒരു ചെറിയൊരു രൂപമാണ് മോണ്ടിസോറി എന്ന് പറയുന്നത്. എല്ലാ കാര്യവും അതേപോലെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിന്റെ അകത്ത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും അവന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ചിലപ്പോ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ് ഷൂവിന്റെ ലേസ് കെട്ടുന്നത്. അവനറിയാം നമ്മൾ മോണ്ടിസോറിയിൽ പഠിപ്പിക്കുന്നുണ്ട് ഷൂവിന്റെ ലേസ് കെട്ടാൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, വേറെ മറ്റു കുട്ടികളാണ് മോണ്ടിസോറിയിൽ അല്ല പഠിക്കണമെങ്കിൽ ഇത് ആരോട് പറയും? അവര് പാരന്റ്സിനോട് പറയും. പക്ഷെ നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട് ഇല്ലേ, നമ്മൾ ഈ പറഞ്ഞ ഷൂ ലേസിന്റെ ഫ്രെയിം വെച്ചിട്ട് അവനെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ഷൂ ലേസ് കെട്ടുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ സിബ് കൂട്ടാനായിട്ട്. അപ്പൊ ആൺകുട്ടികളാണെങ്കിൽ യൂത്തൊക്കെ പാസ് ചെയ്ത് ഓക്കെ അഫ്ന ഓക്കെ, അത് നമ്മളിങ്ങനെ യൂറിനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് സിബ് കൂട്ടാൻ ആകുന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്, ചെറിയ റിസ്ക് ഒക്കെ വരാണ്. അപ്പൊ ഇവരിവിടെ പഠിക്കുകയാണ് സിബ് എങ്ങനെയാണ് കൂട്ടേണ്ടതെന്ന്. ആ സിബിങ് ഫ്രെയിം വെച്ചിട്ട് ബട്ടൺ ഫ്രെയിമിൽ ഒരു ഐറ്റം വെച്ചിട്ട് തന്നെ അവനത് പഠിക്കുകയാണ്. സിമ്പിൾ ആണ് കാര്യങ്ങൾ അവന് ഇവിടെ ചെയ്ത് ശീലമുണ്ട് ആ കാര്യങ്ങളൊക്കെ. സോ അവരെന്താണ്, അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട് അവർ പറ്റും. അതേപോലെ അവരെ കൊണ്ട് പറ്റാവുന്ന ആക്ടിവിറ്റീസ്, അവരെ കൊണ്ട് പറ്റുമെന്ന് നമുക്ക് തോന്നുന്ന ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം. അവരെ ഒരുപാട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കല്ല വേണ്ടത്. ഇതേപോലത്തെ ചെറിയ ടാസ്കുകൾ കൊടുത്ത് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ വരുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, അത് നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഷർട്ടിന്റെ ബട്ടൺ ഇടുന്നത്, എങ്ങനെയാണ് ഷൂവിന്റെ ലേസ് ഇടുന്നത്, എങ്ങനെയാണ് സിബ് ഇടുന്നത്, ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ എന്താണ് അത് പ്രാക്ടീസ് ചെയ്യണം. അവൻ ഇവിടെ വെച്ച് നമ്മുടെ എവിടെയാണ് മോണ്ടിസോറി ക്ലാസ് റൂമിൽ വെച്ചത് പ്രാക്ടീസ് ചെയ്യുന്നു. ദെൻ അവൻ ചെയ്യുമ്പോൾ അത് റിയൽ ലൈഫിൽ അവന് ആവശ്യമുള്ള ഐറ്റംസ് ആണ്. അവൻ ഒറ്റയ്ക്ക് അത് ചെയ്യാനായിട്ട് ശീലിക്കും. ഓക്കെ, ഇനി ക്ലാസ് ഓഫ് നോർമലൈസ്ഡ് ചൈൽഡ് ട്ടാ. Mutual and naturally takes the place of completion. These children are always helping one another. The older and more advanced show and avoid interest in the progress of the younger ones. ഓക്കെ, നമ്മൾ മോണ്ടിസോറിയിൽ നോർമലൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് ഉണ്ട്. നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികള് അവരെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ടാസ്കുകൾ വേഗം കംപ്ലീറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരെ സഹായിക്കും. മറ്റുള്ളവർ അത് ചെയ്യുമ്പോൾ അവരത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ മോണ്ടിസോറിയില് മുന്നേ വന്ന ആൾക്കാര്, ഓൾഡർ വൺസ് അല്ലെങ്കിൽ മോർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികള് യങ്ങർ വൺസിനെ, ആ സ്റ്റേജിലേക്ക് വരുന്ന കുട്ടികളെ നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന പോലെയാണെന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ചിൽഡ്രൻസ് ആർ ഓൾവേസ് ഹെൽപ്പ് വൺ അനദർ. ഒരു കുട്ടീനെ മറ്റൊരു കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്പര സഹായമാണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അവരത് നോർമലൈസ്ഡ് ചിൽഡ്രൻ്റെ ഒരു ക്യാരക്ടറാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. ഓക്കെ,
നെക്സ്റ്റ് പോയിന്റ് Spontaneous self-discipline. This is one of the features that usually astonishes visitors most when they see a Montessori school for the first time. This discipline is so complete that the absence of the directors for quite a long period of screen boy. screen Directors for quite a long period of time does not affect it. This discipline is one of the fruits of liberty. Fruits naano miss adu? Fruit aanu. Okay da. Thanks. Okay. ഈ മോണ്ടിസോറി സ്കൂൾ എൻവയോൺമെന്റ് നമുക്ക് കാണുമ്പോൾ ഒരു നല്ലൊരു അച്ചടക്കം തോന്നില്ലേ? അത് കറക്റ്റ് ആയിട്ട് ആ തിങ്സുകൾ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നില്ലേ? ഒരു ചെറിയ എന്തെങ്കിലും സാധാരണ നോർമൽ സ്കൂളിൽ നിന്ന് ഭയങ്കരമായിട്ട് ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്തില്ലേ? ഫീൽ ചെയ്യുന്നില്ല? ഓരോ തിങ്സ് എവിടെയാണ്? ഓക്കെ. അപ്പൊ ഈ ഒരു അച്ചടക്കം അവർ ആ സ്കൂളിൽ ഇപ്പൊ ഫസ്റ്റ് ഒരാൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ആ എല്ലാ തിങ്സും കറക്റ്റ് ആയിട്ടാണല്ലോ, എല്ലാ കാര്യങ്ങളും അവര് പ്രോപ്പർ ആയിട്ടാണല്ലോ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് പുറത്തു നിന്നിട്ട് നിങ്ങൾക്കായാലും പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ ഡിസിപ്ലിൻ ഒറ്റയടിക്ക് അവര് എന്ത് ചെയ്തതല്ല, അറ്റൈൻ ചെയ്തതല്ല. ഒരുപാട് നാള് പ്രാക്ടീസിലൂടെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതിലൂടെയാണ് ഈ ഒരു ഡിസിപ്ലിൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയത്. ഡിസിപ്ലിൻ ഈസ് ദ വൺ ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ലിബർട്ടി. ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, ഈ ശിക്ഷണം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ഫലങ്ങളിൽ ഒന്നാണ്. സ്വാതന്ത്ര്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നു. അവർക്ക് സ്വന്തം കാര്യങ്ങൾ സ്വയമായിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു ഡിസിപ്ലിൻ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോൾ ആദ്യത്തെ ദിവസം ആ ഒരു കുട്ടി ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഈ തിങ്സ് ഒക്കെ ചിലപ്പോൾ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവൻ ഇപ്പൊ വർക്ക് ചെയ്ത ആ ഒരു പ്ലേസിൽ വെച്ച് തന്നെ മറന്നു പോയിട്ടുണ്ടാവും, എടുത്ത് വെക്കാൻ മറന്നിട്ട്. നെക്സ്റ്റ് ഡേ അവന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവന്റെ ടീച്ചേഴ്സ് കൊണ്ടുവന്ന് വെക്കുന്നത് കാണുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി അതിന്റെ പ്ലേസ് ഇവിടെ അല്ല, അത് ഇന്ന ഡ്രോയറിലാണ് അത് വെക്കേണ്ടത്, ഇന്നതാണ് അതിന്റെ പ്ലേസ് എന്ന് മനസ്സിലാക്കി അതിന്റെ ഒരു ഓർഡർ നമ്മൾ എവിടെ പറഞ്ഞല്ലോ, ലവ് ഓഫ് ഓർഡർ ഒരു ക്രമമുണ്ട്, ഇവിടെ ഒരു ക്രമമുണ്ട്. ആ ഒരു ക്രമം നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ, അടുത്ത ലാസ്റ്റ് പോയിന്റ് ആരാ വായിക്കുന്നേ? ലാസ്റ്റ് പോയിന്റ് joy. This joy which shines in the children's face and surely in their whole attitude is something more than pleasure or the happiness of being entertained. Like the concentration referred above, it's a deep and cryptic emotion. It is in fact the joy that nature always grants as the accompaniment to the right use of faculties. It is the joy which comes with acting in obedience to the law of our nature. ഓക്കെ, നമ്മൾ ഈ കുട്ടികള് സാധാരണയായിട്ട് ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ ആയിരിക്കും സാധാരണ നമ്മുടെ സാധാരണ സ്കൂൾ എൻവയോൺമെന്റിനേക്കാളും ഡിഫറെന്റ് ആണ് ഇത് മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു എൻവയോൺമെന്റ് സാധാരണയായിട്ട് കുട്ടികൾക്ക് സന്തോഷമാണ് കൊടുക്കുന്നത്. നമ്മുടെ എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ, നമ്മുടെ സ്കൂളിലേക്ക് ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ അവർക്ക് നല്ല ഹാപ്പിനെസ് കിട്ടും. കാരണം ഓരോ കാര്യങ്ങൾ അവർ ചെയ്താണ് പഠിക്കുന്നത്, അവർ ഓരോ കാര്യങ്ങൾ വർക്ക് ചെയ്യാണ്. അപ്പോ സാധാരണ ഒരു കുട്ടിയുടെ ആറ്റിറ്റ്യൂഡിന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും മോണ്ടിസോറി സ്കൂളിലേക്ക് വരുമ്പോൾ. അവിടെ അവർ ഭയങ്കര ഹാപ്പിനെസ്സോട് കൂടി നല്ല സന്തോഷത്തോടു കൂടി ആയിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് അവർ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, നല്ല കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത് അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് അവരുടെ വർക്ക് സ്വയമായിട്ട് ചെയ്ത് അത് അക്കംപ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ സാധാരണ ഭയങ്കര സന്തോഷമാവും ഒരു കുട്ടിക്ക്. ഒരു വർക്ക് റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ വർക്ക് സക്സസ് ആവണമെന്നില്ലല്ലോ. അതവൻ ചെയ്ത് ശീലിച്ച് അതവന് മനസ്സിലായി, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അവന് ഭയങ്കര അക്കോംപ്ലിഷ്മെന്റ് ആണ്, എന്തോ നേടിയെടുത്ത പോലെ ഒരു സന്തോഷം അവൻ ഫീൽ ചെയ്യും.
Joy comes with the acting in obedience to law of our nature. നമ്മുടെ നേച്ചർ, നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് ആയിട്ട് ഇവിടുത്തെ ലോ ഒക്കെ നല്ല രീതിയിൽ അനുസരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അവൻ ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്ത് കൈവരിക്കാൻ പറ്റും? നല്ല സന്തോഷം കൈവരിക്കാൻ പറ്റും. അത് ഒന്ന്, അവൻ ഈ എൻവയോൺമെന്റിൽ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം. രണ്ടാമത്, അവൻ ആ ഒരു ആക്ടിവിറ്റി ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അക്കംപ്ലിഷ്മെന്റ് ആണ്. ഈ ജോയ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. സാധാരണ സന്തോഷം എങ്ങനെയാണ്? നമുക്കറിയാം, നിങ്ങളെല്ലാവരും എന്താണ് മോണ്ടിസോറി പഠിക്കുകയാണ്, പഠിച്ച് നല്ലൊരു പോസ്റ്റ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു എന്തോ നേടിയെടുക്കുന്നുള്ളൊരു സന്തോഷം ഉണ്ടാവില്ലേ? നമ്മളെയൊക്കെ സംബന്ധിച്ച് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളോട് മാറി നിൽക്കാൻ പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് എന്തോ നേടിയെടുത്തു, അല്ലെങ്കിൽ നമുക്ക് എന്തോ കിട്ടി, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഒരു കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും ഈ സർട്ടിഫിക്കറ്റും ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും പിന്നെ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് ഇവിടുന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ജോബിലേക്ക് പ്ലേസ് ആവുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു അക്കോംപ്ലിഷ്മെന്റ് ഉണ്ട്. നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് നമ്മൾ നേടിയെടുത്തു എന്തോ ആ ഒരു അക്കോംപ്ലിഷ്മെന്റ്. അത് അത്രയും തന്നെ അതേ ഒരു അക്കോംപ്ലിഷ്മെന്റ് ആണ് അവന് കിട്ടുന്നത്. അവിടെ ഒരു ആക്ടിവിറ്റി ചെയ്ത് അത് അവന്റെ ഫുൾ എഫേർട്ട് എടുത്ത് കൂടുതൽ ടൈം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തു, ആ ഒരു ടാസ്ക് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവന് അത്രയും സന്തോഷമായിരിക്കും കിട്ടുന്നത്. ഓക്കെ ആണോ? ജസ്റ്റ് എന്താണ് നോർമലൈസേഷനും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രനും? ഇത് നമ്മൾ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ക്ലാസ്സിലായിട്ട്. ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത ക്യാരക്ടറിസ്റ്റിക്സ് കാണാത്തവര് റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണാം. അല്ല, ബാക്കിയുള്ളവർ എല്ലാവരും ഇതൊന്ന് വായിച്ചു നോക്ക്. സിമ്പിൾ ആണ്, ഒന്ന് വായിച്ചു നോക്ക്. എന്തെങ്കിലും ഏതെങ്കിലും പോയിന്റിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കണം കേട്ടോ. വേഗം വായിച്ചു നോക്കണേ. മാം, ആ പോർഷൻ ഒന്ന് ഇടാമോ ഇതില്? അത് ബുക്കില്ലേ മക്കളെ? അത് പാർട്ട് 3യുടെ PDF എന്റെ കയ്യിലില്ല. ഞാൻ പാർട്ട് 4 എടുത്തു വെച്ചാണ്. അത് മിസ്സായത്. PDF എടുത്ത സമയത്ത് കുറെ മിസ്സായി. അപ്പൊ പാർട്ട് 3 ഫുള്ള് മിസ്സായി. അതില് യൂണിറ്റ് 1ഉം 3യും 9ഉം ഉള്ളു ഇപ്പൊ എന്റെ കയ്യില്. ബാക്കിയൊക്കെ മിസ്സായേക്കാം. അപ്പൊ എനിക്ക് അത് എടുത്തിട്ട് വേണം. PDF കയ്യിലുണ്ടോ? ഇതിന്റെ PDF ഇല്ല. ഫോട്ടോസ്റ്റാറ്റ് എടുത്തതില്ല. നമ്മുടെ ക്ലാസ് റൂമിൽ കൊടുക്കാം. PDF ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്തു. കാരണം മോൻ പറഞ്ഞതിനനുസരിച്ച് പാർട്ട് 7 ഇല്ല, ചാപ്റ്റർ 7 ഇല്ല. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതെന്തായാലും നിങ്ങളുടെ കയ്യിൽ വേണ്ടിയാണ്. അപ്പൊ ബാക്കിയുള്ളത് കിട്ടാത്തത് എന്തെങ്കിലും ബാക്കിയുള്ള പോർഷൻസ് പ്രിന്റ് എടുക്കണായിരിക്കും നല്ലത്. ഓക്കെ, യൂണിറ്റ് 7 സ്റ്റാർട്ട് ചെയ്തോ ജിഷു ടീച്ചർ? മിസ്സേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? പാർട്ട് 3യുടെ PDF ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. ക്ലാസ് റൂമിലില്ലേ? ക്ലാസ് റൂമിൽ PDF വന്നിട്ടില്ല. ഇല്ല, ബാക്കി ക്ലാസ് റൂമിൽ PDF കിട്ടിയിട്ടില്ല. ഗ്രൂപ്പിലേക്ക് ഇടേണ്ടതുണ്ട്. PDF ക്ലാസ് റൂമിൽ മോനൊക്കെ ചെക്ക് ചെയ്യും. ക്ലാസ് കഴിയുമ്പോൾ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ക്ലാസ് കഴിഞ്ഞിട്ട് മതി. ഇതൊന്ന് വായിച്ചു നോക്കാം. ഒന്ന് സ്ക്രോൾ ചെയ്യേണ്ട സമയം വരുമ്പോ പറയാട്ടോ. സ്ക്രോൾ ചെയ്തോ മാം?
മാം ഇതും ഒന്ന് ഓക്കെ. നമ്മള് നോർമലൈസേഷൻ എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ജസ്റ്റ് ഇത്രയും നമ്മൾ നോർമലൈസേഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോ നോർമലൈസേഷനെ കുറിച്ചിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായത് എന്താ? സിമ്പിൾ ആയിട്ട് നമ്മുടെ മറിയാം മോണ്ടിസോറി പറയുന്നത് അനുസരിച്ച് നമ്മുടെ കണ്ണിലൂടെ എല്ലാ കുട്ടികളെ ഒരു നോർമൽ ചൈൽഡ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ ഉണ്ടാവൂലേ, അവരെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ അമ്മയെ പോലെ ട്രീറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് അതിൽ നിന്ന് മനസ്സിലായത്. നോർമലൈസ്ഡ് ചൈൽഡ് വേറെ ആർക്കും മനസ്സിലായതുണ്ടോ? ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം സിമ്പിൾ ആയിട്ട്. ഒരു ആക്ടിവിറ്റി നല്ല കോൺസെൻട്രേഷനോട് കൂടി ആ ഒരു ആക്ടിവിറ്റി പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആക്കുന്ന ഒരു ചൈൽഡ്, അത് സക്സസ് ആവണോ അല്ലെങ്കിൽ അത് ചിലപ്പോൾ പാതിയിൽ അത് എന്തായി പോകാൻ ചാൻസ് ഉണ്ട്, ഫെയിലിയർ ആയി പോകാൻ ചാൻസ് ഉണ്ട്. വീണ്ടും അതേ ആക്ടിവിറ്റി തന്നെ അവൻ വീണ്ടും അവന്റെ ടൈമും എഫേർട്ടും ഒക്കെ എടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതേ ഒരു ആക്ടിവിറ്റി തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് അത് സക്സസിലേക്ക് എത്തിക്കുന്ന കുട്ടീനെയാണ് നമ്മൾ നോർമലൈസ്ഡ് ചൈൽഡ് എന്ന് പറയുന്നത്. മറ്റ് കുട്ടികളെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആക്ടിവിറ്റി ചെയ്തു കംപ്ലീറ്റ് ആയില്ല, അത് അവിടെ വേണ്ടെന്ന് വെച്ചു അടുത്തൊരു ആക്ടിവിറ്റി ചെയ്തു, അതും അവന് ഇഷ്ടമായില്ല, അവനടുത്ത് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകുന്നു. ഇങ്ങനെ പോകുന്ന കുട്ടികൾ നമ്മൾ പറയുന്നത് ഡീവിയേറ്റഡ് ചൈൽഡ് എന്നാണ്. എന്താ പറയുന്നത്? ഡീവിയേറ്റഡ് ചൈൽഡ്. നമുക്ക് നോക്കാം. A deviation is one in character that will occur the child during the formative years, birth to 6 years, because of obstacles, oppressions to his natural development. അപ്പോ ഡീവിയേഷൻ സംഭവിക്കുന്ന എപ്പോഴാണ്? ഈ ഫോർമേറ്റീവ് ഇയേഴ്സിലാണ്. അവന്റെ ആ ഒരു എന്താണ് ഈ ക്യാരക്ടറൊക്കെ രൂപീകരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് ഡീവിയേഷൻസ് സംഭവിക്കുന്നത്. ബർത്ത് ടു 6 years ആണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് അടിച്ചമർത്തലുകളും വരുന്നുണ്ട്. ഒരു കുട്ടി എന്താണ് നാച്ചുറലി ഡെവലപ്പ് ആവുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അവൻ ഫേസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഇഷ്ടം നമ്മൾ കൺസിഡർ ചെയ്യില്ല. മുതിർന്നവർ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, കുട്ടിക്ക് ഇഷ്ടമായത് അതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടിക്ക് അത് വാങ്ങിച്ചു കൊടുക്കില്ല. ഇത് യൂസ് ചെയ്താൽ മതി, ഇത് എടുത്താൽ മതി. നമ്മുടെ പ്രിഫറൻസ് കുട്ടികളുടെ മേലെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും? ഏൽപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അടിച്ചമർത്താനായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ അത് ഇമ്പോസ് ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്? The deviation occurs when the child has the will to act, but his movements are restricted. അവന് ശരിക്കും അവന് കാര്യങ്ങൾ ചെയ്യണമെന്നും നല്ല രീതിയിൽ ആക്റ്റീവ് ആവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അവനത് റെസ്ട്രിക്റ്റഡ് ആണ്. അത് അവനെ നിയന്ത്രിക്കുകയാണ്. നമ്മൾ ഒരുപാട് കൺട്രോൾ ചെയ്ത് ചില പാരന്റ്സ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കും അങ്ങനെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, എന്റെ മക്കളുടെ ഇഷ്ടത്തിനെ ഞാൻ വിടുള്ളൂ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഒരു കൂട്ടം പാരന്റ്സ് ഇപ്പോഴും എന്താണ് കുട്ടികളുടെ കൺട്രോൾ ഇപ്പോഴും ആരുടെ കയ്യിൽ വേണമെന്ന് വാശി പിടിക്കുന്നതാണ്. പാരന്റ്സിന്റെ കയ്യിൽ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്ന ആൾക്കാരാണ്. ഒരു കാര്യം അവർ ചെയ്യാണ്, അത് നീ ചെയ്യണ്ട, അത് ഞാൻ ചെയ്തരാ, നീ ചെയ്താൽ അത് മിസ്റ്റേക്ക്, കയ്യിൽ നിന്ന് ആ ഗ്ലാസ് നിലത്ത് വീഴും, നീ കുപ്പി ഗ്ലാസ്സിൽ വെള്ളം കുടിക്കണ്ട എന്ന് പറയും. അപ്പൊ അതെന്താണ്? ഗ്ലാസ് നിലത്ത് വീണ് പോകും, പൊട്ടിപ്പോകും. ഓക്കെ, കുഴപ്പമില്ല. നമ്മള് അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മോക്ക് ഞാൻ കുപ്പി ഗ്ലാസ്സിൽ തന്നെ വെള്ളം കൊടുക്കുള്ളൂ. എന്റെ അച്ഛനും അമ്മയൊക്കെ പറയും കൊടുക്കില്ല,
കുപ്പി ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കരുത് എന്നൊക്കെ പറയും. പക്ഷെ അവർക്ക് ചെറുപ്പത്തിലേ തന്നെ കുപ്പി ഗ്ലാസ്സിലെ വെള്ളം കൊടുത്തു തുടങ്ങിയത്. ഒരു 2.5 വയസ്സ് 3 വയസ്സ് മുതൽ അല്ല അങ്ങനെ പറയുമല്ലോ, പാരന്റ്സ് ഒക്കെ പറയും കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കൊടുത്തു. കാരണം എന്താണ്, അവൾ പഠിക്കണം. ഈ കുപ്പി ഗ്ലാസ്സിൽ എങ്ങനെയാണ് വെള്ളം കുടിക്കണമെന്ന് അവൾ പഠിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, 2.5 വയസ്സുള്ള കൊച്ചിന് കുപ്പി ഗ്ലാസ്സിൽ വെള്ളം കൊടുത്തപ്പം അന്ന് അവർ എന്നെ ചീത്ത പറഞ്ഞു കേട്ടോ. എല്ലാവരും പറഞ്ഞു നിനക്ക് ഒരു ശ്രദ്ധയില്ല കുട്ടിയുടെ കാര്യത്തിൽ. ഞാൻ നോക്കി നിൽക്കും, അത് നിലത്ത് വീണ് കഴിഞ്ഞാൽ അവളുടെ കാലുമ വീഴാതിരിക്കുന്ന രീതിയിൽ ഞാൻ അവളുടെ അടുത്തുണ്ടാവും. പക്ഷെ ഞാൻ വെള്ളം കൊടുക്കും. ഞാൻ പറഞ്ഞു ഇതിങ്ങനെയാണ് വളർത്തേണ്ടത്, അവൾ അറിയണം ഇതെങ്ങനെയാണ് സൂക്ഷിച്ച് കുടിക്കേണ്ടത്. അത് കറക്റ്റ് ആയിട്ട് അവള് ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ആള് വന്ന് ക്ലാസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് കറക്റ്റ് ആയിട്ട് പതുക്കെ വന്ന് ക്ലാസ് എടുത്ത് പാലും കുടിച്ച് ക്ലാസ് അവിടെ ടേബിളിൽ വെച്ചിട്ട് പോകും. അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. കാരണം എന്താണ്, നമ്മൾ അവരെ റെസ്ട്രിക്ട് ചെയ്യരുത്. ഒരു കാര്യം ചെയ്യാനായിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യരുത്, റെസ്ട്രിക്ട് ചെയ്യരുത്. അതേപോലെ ഒരുപാട് ഡിപ്പെൻഡന്റ് ആക്കിയിട്ടില്ല ഞാൻ എന്റെ കുട്ടീനെ. ഒരുപാട് എന്ത് ചെയ്തിട്ടില്ല, ഡിപ്പെൻഡന്റ് ആക്കിയിട്ടില്ല. അവളുടെ ഭൂരിഭാഗം കാര്യങ്ങൾ അവളെ കൊണ്ട് തന്നെയാണ് ചെയ്യിക്കുന്നത്. അവർക്ക് ചെയ്യാൻ പറ്റാത്ത നിസ്സാരം, എനിക്ക് തോന്നുന്നു 1-2 കാര്യം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യവും അവളെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. ഇപ്പൊ സാധാരണയാണെങ്കിൽ ഡ്രസ്സ് ഇടാനായിട്ട് പാരന്റ്സിന്റെ ഹെൽപ്പ് വാങ്ങിക്കും. എന്റെ ആള് ഇപ്പൊ സിബൊക്കെ കൂടാനായിട്ട് സ്വയം പഠിച്ചിട്ടുണ്ട്. ഫ്രണ്ടില് ഡ്രസ്സ് എടുത്തിട്ട് സിബ് കൂട്ടിയിട്ട് അത് ബാക്കിലേക്ക് തിരിച്ച് കൈ കയറ്റും. ചെറിയ കാര്യമാണത്. പക്ഷെ എനിക്കത് അവള് ചെയ്തപ്പോഴേക്കെന്തോ എനിക്കിഷ്ടമായി. കാരണം എന്താണ്, അവളത് ചെയ്തു. ഞാൻ പറയണേക്കാളും മുമ്പ് അവള് ചെയ്തു. അപ്പൊ ഓരോ കാര്യങ്ങൾ അവള് ചെറിയ കാര്യങ്ങൾ എല്ലാരും ഞാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണല്ല കേട്ടോ. ഓക്കെ, നിർബന്ധിച്ചല്ല ചെയ്യിപ്പിക്കുന്നത്. അവളത് ശീലിച്ചു തുടങ്ങി എങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർന്നത്. കാരണം എന്താ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാല്, മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്നെയും എന്റെ അനിയത്തിനെയൊക്കെ വീട്ടിൽ വളർത്തിയത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്. എന്റെ കാര്യങ്ങൾ എന്നെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ വളർന്നു വന്ന് ഞാൻ പഠിച്ച ആ ഒരു രീതിയിലും എല്ലാവരും അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ്. നമ്മൾ പെൺകുട്ടികൾ അങ്ങനെയാണല്ലോ വളർത്തുന്നത് പാരന്റ്സ്. പക്ഷെ ഇവിടെ വേർതിരിവ് കാണിക്കരുത് ഒരിക്കലും. ആൺകുട്ടിയാണ് പെൺകുട്ടിയാണെന്നുള്ള വേർതിരിവ് കാണിക്കരുത്. രണ്ടുപേരെയും തുല്യരായിട്ട് കണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം. ഒരുപാട് ഓവർ കൺട്രോൾ ചെയ്യരുത്. അവരുടെ മൂവ്മെന്റ്സിനെ റെസ്ട്രിക്ട് ചെയ്യരുത്. സിമിലർ ഒരു കാര്യമാണ്, മക്കള് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾ കുറച്ചു നേരം കളിച്ചിട്ട് വന്നു, അല്ല നിങ്ങൾ എപ്പോഴും ഇരുന്ന് പഠിച്ചാൽ മതി, എപ്പോഴും കളി എന്ന് പറഞ്ഞ് നടക്കാന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നത് നല്ലതായിട്ട് കുറച്ചു നേരം മുമ്പ് കളിച്ചിട്ട് വന്നിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ അവർക്ക് കുറച്ചും കൂടി മോട്ടിവേറ്റ് ആണ് കിട്ടുന്നത്. നോക്കാം, ദി വിൽ ഓഫ് ദ അഡൾട്ട് ഈസ് ഓൾട്ടർനേറ്റഡ്. മുതിർന്നവരുടെ ഇഷ്ടം എന്താണ്, മാറി മാറി വരുന്നു. അവര് ഓരോരുത്തരുടെ ഇഷ്ടം മാറിക്കൊണ്ടിരിക്കും. ദിസ് ഈസ് വെൻ ദ പാരന്റ്സ് ഡു നോട്ട് അലൗ ദ ചൈൽഡ് ടു ഇംപ്രൂവ് ഹിസ് ഓൺ പേഴ്സണാലിറ്റി. ഇതെന്താ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു പ്രശ്നം എപ്പോഴാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് മുതിർന്ന് കഴിയുമ്പോഴാണ്. ഈ പാരന്റ്സിന്റെ ഇൻട്രസ്റ്റ്, അവരുടെ താല്പര്യം ആ കുട്ടികളെ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ അവരുടെ സ്വന്തം പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ആര് സമ്മതിക്കില്ല, നമ്മളെ പോലത്തെ പാരന്റ്സ് സമ്മതിക്കില്ല. ഓക്കെ, the adult impose his personality on the child and overpower him. അപ്പോ അവൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമുക്ക് അവരെ കാണാൻ പറ്റുന്ന അവന്റെ അച്ഛനെയും അമ്മനെയും ആയിരിക്കും, അവരുടെ പാരന്റ്സിന്റെ നേച്ചർ ആയിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത്. The child needs love and stimulating environment. With this environment, without his personality will be deviated. അവന് വേണ്ടത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലവിങ് ആയിട്ടുള്ള, അവന് ഓരോ ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ആണ് അവന് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലത്തെ ഒരുപാട് സെൽഫ് ഡിപ്പെൻഡന്റ് അല്ലാത്ത കുട്ടികൾ, എല്ലാ കാര്യങ്ങളും പാരന്റ്സ് തന്നെ ചെയ്തു കൊടുക്കുന്ന കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലേക്ക്, മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനെ കൊണ്ട് ഒരുപാട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾസ്, അവന്റെ പ്രാക്ടിക്കൽ ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾസ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവനെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിപ്പിക്കണം. അപ്പൊ അവന് മനസ്സിലാവും ഇതെല്ലാം പ്രാക്ടിക്കൽ ലൈഫിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്, എനിക്ക് ഇത് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അവനെ ഡീവിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ നോർമലൈസ്ഡ് ആക്കിയിട്ട് മാറ്റണം. അവൻ ഡീവിയേറ്റഡ് ആണ്. ഇപ്പൊ കുട്ടികള് നമ്മൾ വിചാരിക്കും പാരന്റ്സ് പറയുന്നത് കേട്ട് എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്ന കുട്ടികളൊക്കെ നോർമൽ ചൈൽഡ് ആണെന്നാണ് വിചാരിക്കുന്നത്. അല്ല, അവൻ ഡീവിയേറ്റഡ് ആണ്. അവൻ സ്വന്തമായിട്ട് അവിടെ പേഴ്സണാലിറ്റി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ മോണ്ടിസോറി ഇത് കണ്ട് മനസ്സിലാക്കിയപ്പോ മോണ്ടിസോറി felt that the deviation was not in the true of the child. ശരിക്കും കുട്ടികളല്ല ഡീവിയേറ്റ് ചെയ്യുന്നത്, കുട്ടികൾ ശരിക്കും ഡീവിയേറ്റഡ് അല്ല, അവരെ കൊണ്ട് പാരന്റ്സ് എന്ത് ചെയ്യാണ്, ഡീവിയേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡീവിയേഷൻ പറഞ്ഞത് എന്താണ്, ഈ കുട്ടികൾക്ക്
ചില കുട്ടികളുടെ നേച്ചർ ആണ് ഡീവിയേറ്റഡ് ചൈൽഡ് ആയിരിക്കും. അപ്പൊ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവർക്ക് സ്വന്തം പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും അവർക്ക് സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ അവരെ എന്ത് ചെയ്യണം, ഒരുപാട് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, ഇനി ക്ലാസ് ആണ് പറയുന്നത്. ക്ലാസ്സസ് ഓഫ് ഡീവിയേറ്റഡ് ചൈൽഡ്സിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോക്കാം. മെന്റൽ ഡീവിയേഷൻ, അവന്റെ മൈൻഡ് ഡീവിയേറ്റഡ് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ് കമ്പാരിറ്റീവ്ലി ഫിസിക്കൽ ഡീവിയേഷൻ. അപ്പൊ ഫിസിക്കൽ ഡീവിയേഷൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവന്റെ ശരീരഘടന നോക്കിക്കഴിഞ്ഞാൽ അവൻ ഭയങ്കര ലേസി ഒക്കെ ആയിരിക്കും, അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ മെന്റൽ ഡീവിയേഷൻ, അവന്റെ മൈൻഡ് ഡീവിയേറ്റഡ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടി ആണ്. Okay, the mental deviation are difficult to identify at a peak when compared to physical deviation, like some analytical looks of physical structure. Physical structure ഒക്കെ നോക്കിയിട്ട് നമുക്ക് physical deviation കണ്ടുപിടിക്കാൻ പറ്റും. Deviation from the mind normally does not exhibit itself clearly. അപ്പൊ മൈൻഡിന്റെ ഡീവിയേഷൻ നമുക്ക് എന്താണ് പെട്ടെന്ന് ക്ലിയർലി എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാനായിട്ട് പറ്റൂല. So it is possible to categorize 3 main classes of deviated children. അതുകൊണ്ട് നമുക്ക് 3 ക്ലാസ്സസ് ഓഫ് ചിൽഡ്രൻസിനെ ക്ലാസിഫൈ ചെയ്യാം ഡീവിയേഷന്റെ ബേസിൽ. അതൊന്ന് നോട്ടി ചിൽഡ്രൻസ് ആണ്, 2 വീക്ക് ചിൽഡ്രൻസ് ആണ്, 3 ബ്രൈറ്റ് ചിൽഡ്രൻസ് ആണ്. ഒന്ന് എന്താണ്, നോട്ടി ചിൽഡ്രൻസ് ആണ്, ഒന്ന് വീക്ക് ചിൽഡ്രൻ ആണ്, ഒന്ന് ബ്രൈറ്റ് ചിൽഡ്രൻ ആണ്. ഒരാൾ വായിച്ച നോട്ടി ചിൽഡ്രൻ എന്താണ്? റിപ്പീറ്റ് ആയി വന്നാലും കുഴപ്പമില്ല കേട്ടോ, വായിച്ചോ. Naughty children are strong and behave with violence to wrong treatments they have received. These children have tantrums, kick and bite, defy adults. They are generally greedy, destructive, and cruel to other children and animals. Although active, these children are clumsy in their movement. Okay. ഈ നോട്ടി ചിൽഡ്രൻസ് എന്ന് വെച്ചാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഭയങ്കര വയലന്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും മറ്റുള്ളവരോട് ഭയങ്കര ദേഷ്യം കാണിക്കുന്നതും കിക്ക് ചെയ്യുക, ബീറ്റ് ചെയ്യുക, കഴിക്കുക, ഇടിക്കുക, അങ്ങനെ. അതേപോലെ തന്നെ മുതിർന്നവർ പറഞ്ഞാൽ ഒന്നും അനുസരിക്കാത്ത കുട്ടികളായിരിക്കും ആര്, ഈ നോട്ടി ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. ദേ ആർ ജനറലി ഗ്രിഡി ആൻഡ് ഡിസ്ട്രക്റ്റീവ്. അത് ഭയങ്കര അത്യാഗ്രഹം, മറ്റുള്ളവരുടെ കയ്യിൽ ഉള്ള സാധനങ്ങൾ മോണ്ടിസോറിൽ അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ വേണം, അന്ന് വേണമെന്ന് നിർബന്ധമായിരിക്കും പിടിക്കുന്നത്. വിനാശകരമായ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ദോഷകരമായിട്ട്, മറ്റുള്ളവർക്ക് പറഞ്ഞ കുട്ടികൾക്കും അതേപോലെ അനിമൽസിനൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ നോട്ടി ചിൽഡ്രൻസ് ചെയ്യാറുണ്ട്. അതേപോലെ ക്ലംസി നേച്ചർ ആയിരിക്കും, ഭയങ്കര വിചിത്രമായിരിക്കും. അവരുടെ ക്യാരക്ടർ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ഈ നോട്ടി ചിൽഡ്രനെ ഇതേ ഒരു രീതിയിൽ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ റിസ്ക് ആണ്, സൊസൈറ്റിക്കൊക്കെ ഭയങ്കര റിസ്ക് ആണ്. നമുക്ക് അവനെ എന്ത് ചെയ്യണം, മാറ്റിയെടുക്കണം. ചിലപ്പോൾ ഈ നോട്ടി ചിൽഡ്രൻ ആവാനുള്ള മെയിൻ കാരണം അവന്റെ ഫാമിലിയില് ലവും അഫെക്ഷനും ഒന്നും കിട്ടുന്നില്ല. അവന് പറയുന്നത് കേൾക്കാനായിട്ട് ആരില്ല. ഇപ്പൊ 2 പേരും അച്ഛനും അമ്മയും എന്താണ് ജോലിക്കാരായിട്ടുള്ള കുട്ടികളാണ് മെയിനായിട്ട് നോട്ടി ചിൽഡ്രൻ ആയിട്ട് മാറുന്നത്. അപ്പൊ അവർ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ ആർക്കും വേണ്ട എന്നുള്ള ഒരുപാട് ചിന്തകൾ അവരുടെ മനസ്സിൽ വന്ന് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ ദേഷ്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡീവിയേഷൻസ് അവർക്ക് പ്രകടിപ്പിക്കണം. അതിനാണ് ഇതേപോലത്തെ ഒരു എന്താ പറയുക നോട്ടി ആയിട്ടുള്ള ഒരു മാർഗം അവര് മുഖം മൂടി അവര് ധരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളുടെ നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റണം. ഇനി നെക്സ്റ്റ് ആണ് വീക്ക് ചിൽഡ്രൻ. Weak children, they are considered as good children. However, they are deviated. They are lazy, sticks to adults and afraid of everything new. They may form habits of lying and stealing. They are often considered to be slow learners. നമ്മൾ ഈ വീക്ക് ചിൽഡ്രൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാല് സാധാരണയായിട്ട് നമ്മൾ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല അടക്കത്തോടെ ഇരിക്കുന്ന കുട്ടികളെയാണ് എന്ത് പറയുന്നത്, വീക്ക് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. അങ്ങനെയല്ല, നല്ല അടക്കമൊതുക്കായിരിക്കും ഇത്. ആദരനൊന്ന് ഹെൽപ്പ് ചെയ്യണോ കേട്ടോ. ഓക്കെ, നോക്കാം. വീക്ക് ചിൽഡ്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർ ഗുഡ് ചിൽഡ്രൻസ് ആണ്. പക്ഷെ എന്നാലും അവരെന്താണ് ഡീവിയേറ്റഡ് ആണ്. അവർ മടിയന്മാരായിരിക്കും, ഒരു കാര്യം ചെയ്യാൻ ഭയങ്കര ഉത്സാഹം ഉണ്ടാവില്ല. പ്രശ്നം അവർക്ക് അഡൾട്ടിനെ ഭയങ്കര പേടിയാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കുട്ടിക്ക്
അച്ഛൻ പെൻസിൽ എല്ലാ ദിവസവും കൊടുത്തു വിടാണ്. അപ്പൊ രാവിലെ കൊടുത്തു വിട്ടപ്പോ പെൻസിൽ അവൻ പിറ്റേ ദിവസം വൈകുന്നേരം വന്നപ്പോ അവന്റെ കയ്യിൽ പെൻസിൽ കാണാതെ പോയി. അറിയാതെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതോ അല്ലെങ്കിൽ അവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോയതാണ്. ഈ അച്ഛൻ എന്ത് ചെയ്തു, നല്ല രീതിയിൽ ഷൗട്ട് ചെയ്തു, നല്ല രീതിയിൽ അടിക്കുകയൊക്കെ ചെയ്തു, ബീറ്റൊക്കെ ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം അവൻ വന്നപ്പോ അവന്റെ പെൻസിൽ അല്ല അവൻ കൊണ്ടുവന്നത്, മറ്റൊരു കുട്ടിയുടെ പെൻസിൽ എന്ത് ചെയ്തു, സ്റ്റീൽ ചെയ്ത് കൊണ്ടുവന്നു. അവിടെ ശരിക്കും കുറ്റക്കാരാണ്, അച്ഛനാണോ അല്ലെങ്കിൽ കുട്ടിയാണോ? ആ കളവ് നടത്താനായിട്ട് അവനെ പ്രേരിപ്പിച്ചത് അച്ഛനാണോ കുട്ടിയാണോ? അതച്ഛനാണ്. അച്ഛനാണ്. അപ്പൊ അവിടെ അങ്ങനത്തെ കുട്ടികളാണ്. ഇവർക്ക് മറ്റുള്ളവരോട് ഭയങ്കര ഭയമായിരിക്കും, ഭയങ്കര സ്ലോ ലേണേഴ്സ് ആയിരിക്കും. അവർക്ക് മറ്റുള്ളവരോട് എന്താണ് ഭയങ്കര ഭയമായിരിക്കും. ഈ ഭയത്തിന്റെ കാരണം കൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങൾ കള്ളം പറയാൻ തുടങ്ങുന്നത്, അച്ഛനിൽ നിന്ന് മറച്ചു വെക്കുന്നത്. ഇത് ഓക്കെ. അപ്പോ ഇപ്പൊ ഒരു സംഭവം നടന്നില്ലേ മാം, ഒരു കുട്ടി മൊബൈൽ കൊടുത്തിട്ട് ടീച്ചേഴ്സ് പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് പ്രോബ്ലം. പക്ഷെ എല്ലാവരും ആ കുട്ടിയുടെ ഭാഗത്താ നിക്കണേ, ആ ടീച്ചേഴ്സിനെ എല്ലാവരും കുറ്റപ്പെടുത്താ ചെയ്തത്. കുട്ടിയുടെ മുഖം എന്തിനാണ് വീഡിയോ എടുത്തത്, കുട്ടി അങ്ങനെ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്ത മിക്കവരും തന്നെ സംസാരിക്കണം. പക്ഷെ കുട്ടി അത് ചെയ്തത് തെറ്റായി പോയെന്നും തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് കുട്ടി അത് ചെയ്യണേന്ന് നമുക്കറിയില്ല, പക്ഷെ നമുക്കത് കണ്ടിട്ട് പേടിയാവുണ്ട്. മിക്ക സ്കൂളിലും അത് നടക്കുന്നുണ്ട്. ഓക്കേടാ, അത് എന്താണ്, അതൊരു രീതിയിൽ അവര് അത് നോട്ടി ചിൽഡ്രൻ ആയിരിക്കും, ഡീവിയേറ്റഡ് ചൈൽഡ് ആണ്. അവന് കൺട്രോൾ കിട്ടുന്നില്ല, അവൻ ഇതായിരിക്കും, ഡിപ്രഷന്റെ ഒക്കെ ഒരു സ്റ്റേജ് ആണ് ഈ പറഞ്ഞ കുട്ടി. ആ മൊബൈൽ ഫോണിന്റെ കേസല്ലേ മോൻ ഉദ്ദേശിച്ചത്? അതെ മാം, അതെ. പിന്നെ ഡ്രഗ്സ് അഡിക്റ്റഡ് ആയിട്ടും അങ്ങനെയും വരാം. ചിലപ്പോ കുട്ടി പല ഡ്രഗ്സ് അഡിക്റ്റഡ് ആവാം, നമുക്കറിയത്തില്ലല്ലോ. ഇപ്പൊ എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഞങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ദിവസം ചേന്നമംഗലം കൂട്ടക്കൊല കേട്ടിട്ടുണ്ടോ? അത് വായിച്ചപ്പോ ഞാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർത്തത്. നല്ലൊരു പ്ലേസ് ആണ് ഞങ്ങളുടെ, ഭയങ്കര അത്യാവശ്യം സമാധാനമൊക്കെ ആയിട്ട് പോയിരുന്ന ഒരു അത്യാവശ്യം നല്ല പ്രശസ്തമായ പാലിയം കൊട്ടാരം ഒക്കെ ഉള്ള ഒരു നല്ല ഒരു പ്ലേസ് ആയിരുന്നു ഞങ്ങളുടെ. പക്ഷെ ഈ പറഞ്ഞ ആള്, കൂട്ടക്കൊല ചെയ്ത വ്യക്തി, ഇതേപോലത്തെ ഡ്രഗ് അഡിക്റ്റ്, അതേപോലെ ഭയങ്കര ആൽക്കഹോളൊക്കെ കൺസ്യൂം ചെയ്യുന്ന ഒരു മാനസിക രോഗിയാന്ന് പറയുന്നു. അല്ല, ശരിക്കും ഭയങ്കര ഒരു വൈരാഗ്യം മുന്നിൽ കണ്ടിട്ട് ഉപദ്രവിച്ചതായിരുന്നു അത്. അപ്പോ ആൾക്കാരുടെ മൈൻഡാണ് മാറുന്നത്. അപ്പൊ നമ്മള് നല്ല രീതിയിൽ കുട്ടീനെ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് അതെന്താണ്, ഒരു ഭീഷണിയാണ്. സോ വീക്ക് ചിൽഡ്രൻസ് എന്ന് പറഞ്ഞാല് ഇവര് ലൈ ചെയ്യുന്നതും അതേപോലെ സ്റ്റീൽ ചെയ്യുന്നതും കള്ളം പറയുന്നതും നമ്മളെ പേടിച്ചിട്ടാണ്, നമ്മുടെ പാരന്റ്സിനെ പേടിച്ചിട്ടാണ് അവരെന്ത് പറഞ്ഞു തുടങ്ങുന്നത്, കള്ളം പറഞ്ഞു തുടങ്ങുന്നത്, സ്റ്റീൽ ചെയ്യുന്നേക്കാം. അവർക്ക് അവരുടെ എൻവയോൺമെന്റ് ആ ഒരു രീതിയിലായതുകൊണ്ടാണ്, അവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവനെ വഴക്ക് പറയുന്നത് കൊണ്ടാണ് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, സ്റ്റീൽ ചെയ്യാൻ തുടങ്ങിയത്. ദെൻ ഈ കുട്ടികൾ സാധാരണയായിട്ട് ഭയങ്കര ലേസി അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള കുട്ടികളാണ്, സാധാരണ പതുക്കെയാണ് പഠിക്കുന്നത്, സ്ലോ ലേണേഴ്സ് ആണ്. അത് പറഞ്ഞ് അവനെ എന്ത് ചെയ്യാറുണ്ട്, പാരന്റ്സ് വീണ്ടും ഉപദ്രവിക്കും. ഇങ്ങനത്തെ കുട്ടികളും എന്താണ്, ഡീവിയേറ്റഡ് ചൈൽഡിന് ഒരു എക്സാമ്പിൾ ആണ്. ബ്രൈറ്റ് ചിൽഡ്രൻ, ഇവര് ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ടുള്ള പവേഴ്സ് ആയിരിക്കും കേട്ടോ, ഭയങ്കര ഇമാജിനേഷനും. അതേപോലെ അവന് കൂടുതലായിട്ട് അവന് റിയലിസ്റ്റിക് വേൾഡിനേക്കാളും ഫാന്റസി വേൾഡിൽ ജീവിക്കാനായിരിക്കും താല്പര്യം. അവൻ ഭയങ്കര ഫാന്റസിയിൽ അവന്റെ ഒരു ലോകത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അല്ല അവന്റെ ഒരു ലോകത്ത് ജീവിക്കാനാണ് താല്പര്യം. ഒരു ഏജ് വരെയും ചില കുട്ടികൾ അങ്ങനെയാണ്, അവന്റെ ഒരു ലോകമായിരിക്കും അവിടെ ഏറ്റവും വലുത്. കാരണം അവന് പുറത്തുള്ള എൻവയോൺമെന്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, നോട്ട് അക്സെപ്റ്റ് ദ റിയാലിറ്റി. അവൻ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാതെ വരും. ദേ അക്സെപ്റ്റ് ദെയർ ഫാന്റസി വേൾഡ്. ആ ഒരു ഫാന്റസി വേൾഡില് അവൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് മാറും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അവർ നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും, ബ്രൈറ്റ് ആണ്. ഡീവിയേറ്റഡ് ചൈൽഡ് ബ്രൈറ്റ് ആണ്, നമ്മൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും, ഭയങ്കര ഇമാജിനേഷൻ പവർ ഒക്കെ ഉണ്ട്. പക്ഷെ അവന്റെ ആ വേൾഡിൽ നിന്ന്, അവന്റെ ഫാന്റസി വേൾഡിൽ നിന്ന് അവരൊരിക്കലും പുറത്തേക്ക് വരാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനത്തെ കുട്ടികളെ നമ്മൾ ഡീവിയേറ്റഡ് ചൈൽഡ് എന്നാണ് പറയുന്നത്. ദീസ് ചിൽഡ്രൻസ് ആർ വെരി ഇമാജിനേറ്റീവ്, ഹാവ് എ വേൾഡ് ഓഫ് ദെയർ ഓൺ. അവരുടെ സ്വന്തം ലോകത്തായിരിക്കും അവര് ഏത് സമയത്തും ചിന്തിച്ചുകൊണ്ടിരിക്കും. ദേ ഹാവ് ചൂസൺ നൈദർ ടു ഫൈറ്റ് നോർ ഗീവ് ഹോസ്റ്റൽ കണ്ടീഷൻ. അതേപോലെ മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്യൂല, തല്ലുപിടിക്കാൻ പോകൂല, മറ്റൊരു ശത്രുത ഉണ്ടാക്കുന്ന ഒരു അവസരം അവർ ക്രിയേറ്റ് ചെയ്യില്ല. ദേ ഹാവ് ടേൺ ദർ ബാക്ക് ടു റിയാലിറ്റി. അവൻ ആ റിയാലിറ്റിനോട് പുറം തിരിഞ്ഞാണ് എപ്പോഴും നിൽക്കാറ്. ആൻഡ് ആർ ലിവിങ് ഇൻ ദെയർ ഓൺ ഫാന്റസീസ്. അവൻ അവന്റേതായ ഫാന്റസീസിൽ, അവന്റേതായ ഒരു ലോകത്താണ് അവൻ എപ്പോഴും ജീവിക്കുന്നത്. ദേ ആർ റെസ്റ്റ്ലെസ്. അവർക്ക് വിശ്രമമില്ല, അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്, തിങ്ക് ചെയ്തുകൊണ്ടേ എപ്പോഴും അത്
ഓരോ കാര്യങ്ങൾ തിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവരാണ് ബ്രൈറ്റ് ചിൽഡ്രൻസ്. അപ്പൊ ക്ലാസ്സസ് ഓഫ് ഡീവിയേറ്റഡ് ചൈൽഡില് നോട്ടി ചൈൽഡ്, വീക്ക് ചൈൽഡ്, ബ്രൈറ്റ് ചൈൽഡ് 3 ടൈപ്പ് കാറ്റഗറീസ് ഉണ്ട്. നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ക്ലാസ്സസ് ഓഫ് ഡീവിയേഷൻ ഒന്നും കൂടി പറയാം, കാരണം ടൈം തീരാറായതുകൊണ്ട് ഞാൻ ഒന്ന് സ്പീഡിലാണ് എടുത്തതെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. നോട്ടി ചിൽഡ്രനും വീക്ക് ചിൽഡ്രനും ബ്രൈറ്റ് ചിൽഡ്രനും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോൾ പറ്റാണെങ്കിൽ ഒരു 10 മിനിറ്റ്സോ അല്ലെങ്കിൽ 15 മിനിറ്റ്സോ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കയറാൻ പറ്റും എല്ലാവർക്കും. നമ്മുടെ പോർഷൻ തീരാനുണ്ട്. എന്ന് പറയുമ്പോ തേഴ്സ്ഡേ വരില്ല, ഇനിയുള്ള തേഴ്സ്ഡേ അല്ലേ മാമിന്റെ ക്ലാസ്? ഓക്കെ, എന്താ നെക്സ്റ്റ് തേഴ്സ്ഡേ? അപ്പൊ 10 മിനിറ്റ് മുമ്പ് ഞങ്ങൾ കയറണം അല്ലേ? എനിക്ക് മുമ്പല്ല, 10 മിനിറ്റ് കൂടി കൂടുതൽ ഇരിക്കണം. ഓക്കെ മാം, ഇരിക്കാമല്ലോ. 12 o'clock ഒക്കെ വരെ ഇരിക്കാനായിട്ട് ഒന്ന് റെഡി ആയിട്ട് വാട്ടാം, കാരണം നമ്മുടെ പോർഷൻ തീരില്ല. ഞാൻ നോക്കട്ടെ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇന്ന് ക്ലാസ് ഉണ്ട്, അടുത്ത് വേറെ ബാച്ചിനെ കയറണം, അതുകൊണ്ടാണ്. അപ്പൊ നെക്സ്റ്റ് വീക്കിലെ ക്ലാസ് ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമല്ലോ, അത് ഞാൻ ഉദ്ദേശിച്ചു. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീക്ക് നമ്മൾ 12 o'clock വരെ ഇരിക്കും കേട്ടോ, 12 മണി വരെ ഇരിക്കും. ഓക്കെ, ഞാൻ വെറുപ്പിക്കില്ല, ഏകദേശം ഈ ചാപ്റ്റർ തീർന്നു കഴിഞ്ഞാല് കംപ്ലീറ്റ് ആക്കണതേ ഉള്ളൂ. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. സൈൻ ഔട്ട് ചെയ്യാം.